ഭ്രാന്തൻ സ്വപ്നങ്ങളുടെ രാജകുമാരൻ കോടീശ്വരനായ ജെഫ്രി എപ്സ്റ്റീൻ്റെ ആഡംബര ജീവിതത്തിന് പിറകിൽ ലോകം ഇന്ന് വരെ കാണാത്ത ക്രൂരമായ ചില ലക്ഷ്യങ്ങൾ ഒളിഞ്ഞിരുന്നു. അതിലൊന്നായിരുന്നു മനുഷ്യരാശിയെ തന്നെ തൻ്റെ നിയന്ത്രണത്തിൽ കീഴിലാക്കുന്ന സൂപ്പർ റേസ് പദ്ധതി. തൻ്റെ DNA ഉപയോഗിച്ച് ലോകത്ത് പുതിയ ഒരു തലമുറയെ സൃഷ്ടിക്കുക എന്ന് തന്നെയായിരുന്നു അയാളുടെ ഭ്രാന്തമായ ചിന്ത. സാധാരണ മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഒരു പദ്ധതിയുടെ ഓരോ ഘട്ടവും. സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ക്രൂരമായ വിധം സങ്കീർണവും ക്രൂരവുമായിരുന്നു ഈ പദ്ധതിയുടെ ഓരോ ഘട്ടവും. അയാളുടെ വംശം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരേ സമയം നിരവധി സ്ത്രീകളെ ഗർഭിണികളാക്കി തൻ്റെ വംശം ലോകം മുഴുവനും വ്യാപിപ്പിക്കുക എന്നതായിരുന്നു എപ്സ്റ്റീൻ്റെ ഒരു ലക്ഷ്യം. ഇതിനായി അയാൾ തിരഞ്ഞെടുത്തത് വെറും സ്ത്രീകളെ മാത്രമായിരുന്നില്ല, മറിച്ച് അതീവ ബുദ്ധിശക്തിയും ശാരീരിക സൗന്ദര്യവുമുള്ള സ്ത്രീകളെയായിരുന്നു. തൻ്റെ സൂപ്പർ റേസ് പദ്ധതിക്ക് ഏറ്റവും മികച്ച ഗുണങ്ങൾ ലഭിക്കണമെന്ന് അദ്ദേഹം വാശി പിടിച്ചു. പിന്നീട് അദ്ദേഹം ചെയ്തത് യൂജനിക്സ് എന്ന് പറയുന്ന പദ്ധതിയായിരുന്നു. നാസികൾ പണ്ട് പരീക്ഷിച്ചിരുന്ന യൂജനിക്സ് എന്ന് പറയുന്ന ആശയത്തിൻ്റെ ആധുനിക രൂപമായിരുന്നു ഇത്. ജനിതകമായി തന്നേക്കാൾ താഴ്ന്നവർ എന്ന് അദ്ദേഹം വിശ്വസിച്ചവരെ അദ്ദേഹം പാടെ മാറ്റി നിർത്തി. ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം വളർത്തിയെടുക്കുക എന്നതായിരുന്നു അയാളുടെ ഉള്ളിലിരിപ്പ്. മറ്റൊന്ന്, അദ്ദേഹം ശ്രമിച്ചത് മരണത്തെ തോൽപ്പിക്കാനുള്ള ശ്രമമായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം ചെയ്തത് എപ്സ്റ്റീൻ്റെ വിചിത്രമായ ആഗ്രഹങ്ങൾ അയാളുടെ മരണത്തോടെ അവസാനിക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. തൻ്റെ ശരീരഭാഗങ്ങൾ ശാസ്ത്രീയപരമായി സംരക്ഷിക്കപ്പെടണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. മരണശേഷം തൻ്റെ തലച്ചോറും ജനനേന്ദ്രിയവും പ്രത്യേകമായി സംരക്ഷിക്കപ്പെടണമെന്ന് അദ്ദേഹം പദ്ധതിയിട്ടു. ഭാവിയിൽ ശാസ്ത്രം പുരോഗമിക്കുമ്പോൾ തനിക്ക് പുനർജീവൻ ലഭിക്കുമെന്ന് അയാൾ വിശ്വസിച്ചു. തനിക്കു വേണ്ടി ശാസ്ത്രത്തെ അയാൾ മുഴുവൻ ആയുധമാക്കാൻ ശ്രമിച്ചു. പണവും സ്വാധീനവും ഉപയോഗിച്ച് ലോകത്തുള്ള ഏറ്റവും പ്രശസ്തരായ ശാസ്ത്രജ്ഞരെ പോലും തൻ്റെ ഇത്തരം വിചിത്രമായ പദ്ധതിക്ക് വേണ്ടി ഗവേഷണങ്ങളിൽ സഹായിക്കാൻ അയാൾ പ്രേരിപ്പിച്ചിരുന്നു. ലോകം കണ്ട ഈ സൂപ്പർ പദ്ധതിയുടെ അവസാനം ലോകം കണ്ട ഏറ്റവും വലിയ ക്രിമിനൽ പദ്ധതികളിൽ ഒന്നായി ഈ സൂപ്പർ റേസ് സ്വപ്നം ഇന്നും അവശേഷിക്കുന്നു. ശാസ്ത്രത്തെ മാനവികതയ്ക്ക് വേണ്ടിയല്ലാതെ സ്വന്തം അഹന്തതയ്ക്കും ക്രൂരതയ്ക്കും വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിച്ച ഒരു മനുഷ്യൻ്റെ പതനമായിരുന്നു പിന്നീട് ലോകം കണ്ടത്. 2026 ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ചർച്ചയാകുന്നത് അതുകൊണ്ടാണ്.